2026 ജൂലൈ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. മീനക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ്. പൂരുട്ടാതി നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും ചേർന്നതാണ് മീനക്കൂർ എന്ന് പറയുന്നത്. വിദേശത്ത് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഇത് വളരെ നല്ല സമയമാണ്. അവിടെ ജോലി ചെയ്യുന്നതിനും അവിടെ താമസിക്കുന്നതിനും ഉള്ള ഒരു ഭാഗ്യം ഈ സമയം കാണുന്നുണ്ട്. ഒരു കാര്യത്തിലും വീഴ്ചകൾ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് വീഴ്ച എന്ന് പറഞ്ഞാൽ വീഴാതെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. പാഴ്ചെലവുകൾ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു. ബന്ധുവിയോഗം ഉണ്ടാകേണ്ടിയിരുന്നത് അത്ഭുതകരമായി ആ ബന്ധു രക്ഷപ്പെടുന്നു. കഠിനമായ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതിനെല്ലാം ശാന്തി ലഭിക്കുന്നു. വിഷജന്തുക്കളുടെയും വസ്തുക്കളും നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വേണം ഒന്ന് സൂക്ഷിക്കാനായിട്ട്. സാഹസിക കാര്യങ്ങൾക്ക് ഒന്നും മുതിരരുത്. അത് വളരെയധികം അപകടം ഉണ്ടാക്കും. ബന്ധുക്കളുടെ വൈരാഗ്യം, കോപം എന്നിവ ഉണ്ടാകുന്നതായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ അതിനൊന്നും നിങ്ങൾ ശ്രമിക്കരുത്. ജന്മശനിയുടെ ഉപദ്രവം കുറയുന്നു. പരദേശവാസം കൊണ്ട് ഏറ്റവും ഗുണം സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം ഗുണം കിട്ടുന്നു. അതുപോലെ തന്നെ പരദേശത്ത് വ്യാപാരത്തിനായിരുന്നാലും അതുകൊണ്ട് ഗുണം കിട്ടുന്നതാണ്. ഇനി അവിടെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ വിദേശത്ത് ചെയ്യാനായിരുന്നാലും വളരെ നല്ലൊരു സമയമാണ്. വിഷജന്തുക്കളുടെയും വിഷവസ്തുക്കളുടെയും ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാര്യം, അതായത് പാമ്പോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ജീവജാലങ്ങൾ നിങ്ങൾ ഓടിക്കാനായിട്ടോ കൊല്ലാനായിട്ടോ നിൽക്കില്ല. ആരെങ്കിലും ഏൽപ്പിക്കുക. കാരണം അതൊരു സാഹസികതയാവും. ഇപ്പൊ സമയം നല്ലതല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ശ്രമിച്ചാൽ നല്ല രീതിയിൽ ധനം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മാസമാണ്. സന്താന ഭാഗ്യം ഉണ്ടാകുന്നു. വിവാഹ ഭാഗ്യം ഒക്കെ കാണുന്നുണ്ട്. വീട് ലഭിക്കുന്നതിന് ഒരു യോഗം കാണുന്നുണ്ട്. വീട് വാങ്ങുന്നതിനോ പുതിയ വീട് നിർമ്മിച്ച് താമസിക്കുന്നതിനോ ഒക്കെ ഒരു ഭാഗ്യമുണ്ട്. ഭാര്യയോടും മക്കളോടും ഉള്ള ദേഷ്യമോ കലഹങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. ഏതായാലും ഒരു ദൈവാധീനമുള്ള ഒരു മാസമാണിത് നിങ്ങൾക്ക്. ചിലർക്ക് സർക്കാർ ജോലി ലഭിക്കുന്നുണ്ട്, അതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അത് കോൺട്രാക്ട് ബേസിലായിരുന്നാലും മതിയാകും. ചിലർക്ക് ഡെയിലി വേജസുകളായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും ജോലി ലഭിക്കാം. ബുധനും ഗുരുവും ശുക്രനും ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ സരസ്വതി യോഗം ഭവിച്ചിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം ഇതിൽ വേണമെന്നുള്ളവർക്ക് ലഭിക്കുന്നതിനുള്ള ഒരു നല്ല ഒരു സമയമാണിത്. ശ്രമങ്ങൾക്ക് ഗുണം ലഭിക്കുന്നു. ഏത് കാര്യവും ഗ്രഹിക്കുന്നതിനുള്ള ഒരു കഴിവ് ഉണ്ടായി കിട്ടുന്നു. വേഗം മനസ്സിൽ അത് സൂക്ഷിക്കാനും സാധിക്കുന്നു. ഇത്രയും നാളത്തെ അനുഭവവും കഴിവും മൂലം വളരെ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് ശ്രമിച്ചാൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ മനസമാധാനവും ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു. ഇതൊക്കെയാണെങ്കിലും ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ അല്പസ്വല്പം മോശഫലങ്ങളും ലഭ്യമാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. അതായത് ചില രോഗങ്ങൾ ഉണ്ടാകാം, വലിയ രോഗങ്ങളൊന്നുമല്ല. അതുപോലെ സുഖങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ വിശ്രമമില്ലാത്ത ഒരവസ്ഥ വരാം. കടക്കണിയുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എന്തെങ്കിലും രീതിയിൽ നോട്ടീസുകളൊക്കെ വരികയാണെങ്കിൽ അതിന് നല്ല രീതിയിൽ ഒരു ആശ്വാസം കിട്ടുന്ന രീതിയിൽ ഒരു മറുപടി കൊടുക്കുക. അതുപോലെ പൊതുപ്രവർത്തകർക്ക് ജനങ്ങളിലോട്ട് അങ്ങോട്ടൊരു തൃപ്തി ഉണ്ടാവില്ല. അവരെ ഒരു അതൃപ്തി ആയിട്ടാണ് ജനങ്ങൾ കാണുന്നത്. അതും ശ്രദ്ധിച്ചാൽ നേരെയാക്കാവുന്നതേ ഉള്ളൂ. അടുത്ത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ പ്രായത്തിനനുസരിച്ചാണ് ഞാൻ ഫലം പറയുന്നത്. ആദ്യം പൂരുരുട്ടാതി നക്ഷത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. 4 വയസ്സ് വരെയുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഗുണകരമായ പലതും കുടുംബത്തിൽ നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭിക്കാം, സഹായങ്ങളൊക്കെ ലഭിക്കാം. ഭൂസ്വത്ത്, വീട് എന്നിവ ലഭിക്കുന്നതിന് ഒരു യോഗം വീട്ടുകാർക്ക് കാണുന്നുണ്ട്. കൊച്ചിന്റെ ജാതകം വഴി ഉദരവ്യാധികൾ ഉണ്ടാകാം. കൊച്ചിന് ചെറിയ അസുഖങ്ങളൊക്കെ കാണുന്നുള്ളൂ. അപ്രതീക്ഷിതമായി പല സഹായങ്ങളും അന്യ ആൾക്കാരിൽ നിന്ന് ലഭ്യമാകാം. വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കാനായിട്ട് സാധിക്കുന്നു. കുടുംബത്തില് ഒരു കാർ വാങ്ങുന്നതിനുള്ള യോഗവും ഈ സമയം കാണുന്നുണ്ട്. 4 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് കുടുംബാംഗങ്ങളുമായി വഴക്കിനും തർക്കത്തിനും ഒന്നും ഈ സമയം ആരും പോകരുത്. അത് വളരെയധികം ദോഷമുണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി താമസിക്കുന്നതിനും ഈ ഒരു യോഗം കാണുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ വീട്ടിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തിൽ നിന്ന് വേറൊരു സ്ഥലത്ത് ഒരു വീട്ടിലേക്ക് താമസം മാറുന്നതിനും കൂടി യോഗമുണ്ട്. പുതിയ വീട് പണിത് കുടുംബസമേതം അങ്ങോട്ടേക്ക് പാലുകാച്ചി താമസിക്കുന്നതിനും യോഗമുണ്ട്. വിദ്യാഭ്യാസത്തിന് ആദ്യം ചില ചില്ലറ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് അതെല്ലാം നേരെ കിട്ടുന്നു. അത് മിക്കവാറും കൊച്ചിന്റെ അഡ്മിഷനുള്ള ഒരു പ്രയാസങ്ങളൊക്കെ ആയിരിക്കും, എന്നാൽ അത് മാറിക്കിട്ടുന്നു. ചിലർക്ക് കുടുംബത്തിൽ വ്യാപാരമോ വ്യവസായമോ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ കച്ചവടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെയധികം അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു സമയമാണ്. നാൽക്കാലികളെ വ്യാപാരം ചെയ്യുന്നവർക്കും വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്നു.
അവസാന 4 വർഷങ്ങൾ നല്ല ഗുണകരമായ ഒരു സമയമാണ്. അതുപോലെ തന്നെ ചിലർക്ക് ഉയർന്ന വിദ്യാഭ്യാസം നേടാനും അതുമൂലം മികച്ച തൊഴിൽ നേടാനും അവർക്ക് ഭാഗ്യമുണ്ട്. ചിലർക്ക് വ്യവസായത്തിലേക്ക് അവർ തിരിയുന്നു. കർമ്മമേഖല തൊഴിൽ അതായത് അല്പം മോശമായി കാണുന്ന, അതായത് ചില സമയത്ത് ഈ കർമ്മമേഖലയിൽ ചില മന്ദിപ്പൊക്കെ ഉണ്ടാകാൻ ഒരു സാധ്യത ഉണ്ട്. അത് എല്ലാ തൊഴിലിലും അങ്ങനെ വരാം. ഇനി ബിസിനസ്സിനായിരുന്നാലും വരാം, തൊഴിലിനായിരുന്നാലും വരാം. പക്ഷെ അത് നിങ്ങൾ അശ്രദ്ധ കാണിക്കാതിരുന്നാൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കയറി പോരാൻ സാധിക്കും. ശ്രമിച്ചാൽ നല്ല രീതിയിൽ ധനസമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നിക്ഷേപങ്ങളിൽ നടത്താനും സാധിക്കുന്നു. മുതിർന്ന ബന്ധുവിന്റെ ഒരു വിയോഗം ഇവിടെ കാണുന്നുണ്ട്. ചില പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ചില രോഗങ്ങൾ വരുമെങ്കിലും അത്ര പ്രശ്നങ്ങളായിട്ടൊന്നും കാണുന്നില്ല. അത് കൂടുതലും വയറിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമാണ് വരാനുള്ള സാധ്യത കാണുന്നത്. 23 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ഒരുവിധം കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലമാണ്. വിദ്യാഭ്യാസം തുടരുന്നു. മികച്ച വിദ്യ അഭ്യസിക്കുന്നതിന് സാധിക്കുന്നു. പുതിയ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ ഉണ്ടാകാനും സാധിക്കുന്നു. ധനസമൃദ്ധി ഉണ്ടാകും. വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യത്തിനും ഈ സമയം യോഗമുണ്ട്. തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്നു. പുതിയ വീട്, വാഹനം എന്നിവ സ്വന്തമാക്കുന്നതിന് യോഗവും കാണുന്നുണ്ട്. ഈ സമയം ഭൂമി വാങ്ങുമ്പോൾ ഭൂമി മാത്രമായിട്ട് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അശ്രദ്ധ കാണിച്ചാൽ അത് നഷ്ടം വരുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലൊരു സിവിൽ വക്കീലിനെ കണ്ട് അതിന്റെ എല്ലാ നൂലാമാലകളും പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ ആധാരം നടത്തുക. മോഷ്ടാക്കളുടെ ശല്യം കാണുന്നതിനാൽ പണവും രേഖകളും എപ്പോഴും സുരക്ഷിതമായി നഷ്ടപ്പെടാതെ വയ്ക്കേണ്ടതാണ്. ചില ബഹുമതികൾ കിട്ടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഗുഡ് സർവീസ് എൻട്രിയോ അതുമാതിരിയുള്ള എന്തെങ്കിലും നല്ല ഒരു ഇത് നിങ്ങൾക്ക് കിട്ടാം. അതുപോലെ മുതിർന്ന ബന്ധുവിന്റെ ഒരു വിയോഗം ഈ സമയം കാണുന്നുണ്ട്. ആരോഗ്യം ഒരുവിധം തൃപ്തികരമായിരിക്കും. വേറെ മറ്റുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. വിദ്യാഭ്യാസത്തിനനുസരിച്ച് ജീവിതത്തിലെ പുരോഗതി ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു കാലമാണ്. അടുത്ത 40 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരാം. നിങ്ങൾ ചെയ്യാത്ത മനസാവാച കർമ്മ അറിയാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. ഈ കാലം ആരെയും അത്ര വിശ്വസിക്കരുത്. കാരണം ചതുവ് പറ്റിയേക്കാം. വാദപ്രതിവാദങ്ങൾ, തർക്കങ്ങൾ ഇവ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ആയതിനാൽ ഒരുവിധ തർക്കങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കാതിരിക്കുന്നതും മധ്യസ്ഥത പറയാതിരിക്കുന്നതും നിങ്ങൾക്ക് നല്ലതാണ്. ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരുമായി ഒരിക്കലും ഒരു വിരോധം നിങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. ഉണ്ടായാൽ തൊഴിൽപരമായോ മറ്റു ഉപജീവന മാർഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് പരാജയം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ദമ്പതിമാർ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അന്യനാട്ടിൽ പോകാനും അവിടെ താമസിക്കാനൊക്കെ ഒരു യോഗം ഈ സമയം കാണുന്നുണ്ട്. ഇവിടെ വാഹനം, വീട് എന്നിവ വാങ്ങുന്നതിനും ചിലർക്ക് യോഗം കാണുന്നു. സർക്കാരിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ചിലർക്ക് ഉണ്ടായേക്കാം. എങ്കിലും അത്ര ഒരു കഷ്ടങ്ങൾ വരുന്നില്ല. 47 വയസ്സ് മുതൽ 67 വയസ്സ് വരെയുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ചില തടസ്സങ്ങൾ ആദ്യമൊക്കെ പല കാര്യത്തിലും വന്നു ചേരുമെങ്കിൽ അതെല്ലാം പൂർണ്ണമായി ക്രമേണ മാറിക്കിട്ടുന്നു. പിന്നീട് തടസ്സങ്ങളൊന്നും ഉണ്ടാകാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം അവസാനിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽ സംബന്ധമായി നല്ല രീതിയിൽ പുരോഗതി ലഭിക്കാം. പൊതുവെ നല്ല ഒരു കാലമെന്ന് വേണം ഈ സമയം വിശേഷിപ്പിക്കാൻ. പുതിയ വാഹനങ്ങളും വീടും ലഭ്യമാകും. ചിലർക്ക് അവാർഡുകളും ആദരവുകളും ലഭിക്കുന്നതിനുള്ള ഒരു യോഗവും കാണുന്നുണ്ട്. പൊതുരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേതൃസ്ഥാനത്തേക്ക് വരുന്നതിന് അവർക്ക് സാധിക്കുന്നു. തൊഴിലിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു കാലമാണ്. ഒരിക്കലും അശ്രദ്ധ കാണിക്കരുത്. ഏത് തൊഴിലിനായിരുന്നാലും അശ്രദ്ധ കാണിക്കരുത്. ധാരാളം സമ്പത്തും ഐശ്വര്യങ്ങളും നേടാനുള്ള ഒരു സമയവും കൂടിയാണ്. മുതിർന്ന ബന്ധുക്കൾക്ക് ഒരു വിയോഗം ഇവിടെ കാണുന്നുണ്ട്. വാദപിത്ത, കഫ എന്നിവയുടെ ചില ഉപദ്രവങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ വയറിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അന്യരുടെ ചതുവിൽപ്പെടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിലവിലുള്ള ഭൂമിയിൽ വിൽപ്പന നടത്തിയിട്ട് വേറെ ഭൂമി വാങ്ങുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. ഈ ഭൂമി വാങ്ങുന്നതിന് വഴി ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പേരക്കുട്ടിയുടെ ജനനം നിങ്ങൾക്ക് വളരെയധികം ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. 67 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ കാലം അത്ര ഒരു സുഖകരമല്ല എന്ന് വേണം പറയാൻ. സർക്കാരിൽ നിന്നും മേലധികാരികളിൽ നിന്നും ചില പ്രതികൂല നടപടികൾ ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. പലതരത്തിലുള്ള ദുഃഖവും ദുരിതങ്ങളും ഉണ്ടാകാം. ചിലർക്ക് ചില രോഗങ്ങൾ ഉണ്ടാകാം. കോപം അടക്കുന്നതാണ് ഈ സമയം നല്ലത്. ഈ സമയം വനമേഖലയിൽ സഞ്ചരിക്കുന്നതിന് ചിലർക്ക് യോഗം കാണുന്നുണ്ട്. ധനഹാനി വരുവാൻ സാധ്യതയുള്ളതിനാൽ
വളരെയധികം ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾ നീങ്ങാൻ. ഇവിടെ പാഴ് ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്. ഈ സമയം കൃഷി മേഖലയിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ജ്വരം മുതലായ പനികൾ പോലുള്ള അസുഖങ്ങൾ വന്നേക്കാം. 73 വയസ്സിന് മുകളിലോട്ടുള്ള പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് നിക്ഷേപങ്ങളിൽ നിന്നും ധാരാളം വരുമാനം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. വീഴ്ച വരാതെ ശ്രദ്ധിക്കേണ്ടതാണ്, എന്ന് വെച്ചാൽ വീഴാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ധാരാളം ഭൂമിയും ധനവും വന്നു ചേരാനുള്ള ഒരു യോഗമുണ്ട്. ചിലർക്ക് നേതൃസ്ഥാനത്തേക്ക് വീണ്ടും വരുന്നതിന് ഒരു യോഗമുണ്ട്. ഇവിടെയും പല നേട്ടങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. കൃഷി ഉപജീവനമാക്കിയവർക്ക് ഉയർന്ന രീതിയിൽ വരുമാനം ലഭിക്കും. ചില ബഹുമതികളും അവാർഡുകളും ലഭ്യമാകും. രോഗങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു ശാന്തി ഉണ്ടാകുന്നു. വീഴ്ച വരാതെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒടിവ് ചതവൊക്കെ വരാൻ ഒരു സാധ്യത കാണുന്നുള്ളതിലാണ് അങ്ങനെ പറഞ്ഞത്. പഴയകാല സുഹൃത്തുക്കളുമായി ഒത്തുചേരാനും വീണ്ടും സൗഹൃദം പുതുക്കാനും സാധിക്കുന്നു. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 15 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ കാര്യമാണ്. ചിലർക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകുന്ന ഒരു കാലമായിട്ടാണ് കാണുന്നത്. മറ്റു ചില ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ചില പ്രയാസങ്ങളും കഷ്ടപ്പാടും ഉണ്ടാകാം. അത് ജനന സമയത്തിന്റെ വ്യത്യാസം കൊണ്ടാണ്. ചിലർക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർ സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി കുടുംബസമേതം താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നു. ചില രോഗങ്ങൾ ഉണ്ടാകാം എങ്കിലും അതൊന്നും വഷളാകുന്നില്ല, വലിയ കൂടുതലൊന്നും ആകുന്നില്ല. ചില കുട്ടികൾ ചൂഷണത്തിന് വിധേയമാകാൻ ഒരു സാധ്യതയുണ്ട്. വിദ്യാഭ്യാസം തുടർന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും വിദ്യാഭ്യാസത്തിൽ ഇതിൽ കാണുന്നില്ല. കുട്ടികൾ അറിയാതെ പല തെറ്റുകളിലും ചെന്ന് ചാടിയേക്കാം. അത് മുതിർന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. ക്രമേണ ധനവും ഐശ്വര്യങ്ങളും ഈ കുടുംബത്തിലേക്ക് ഉണ്ടാകുന്നു. കുടുംബത്തിലുള്ളവർക്ക് മോശമായ സ്വപ്നങ്ങളൊക്കെ കാണുന്നതിനൊരു സാധ്യതയുണ്ട്. അതൊന്നും വളരെ കാര്യമായിട്ട് എടുക്കണ്ട. ചിലർക്ക്, അതായത് മുതിർന്നവർക്ക് കർമ്മവിഘ്നം വരാം. ഈ കുട്ടിയുടെ വീട്ടിലെ മുതിർന്ന ആൾക്കാർക്ക് കർമ്മവിഘ്നം, തൊഴിലിന്റെ തടസ്സങ്ങൾ വരാനൊരു സാധ്യത കാണുന്നുണ്ട്. എന്നാൽ അത് കുറച്ച് നാളത്തേക്കേ ഉണ്ടാവൂ. അത് കഴിയുമ്പോൾ അത് ശരിയാകുന്നതാണ്, ഭയപ്പെടാനില്ല. 15 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ചെറുപ്പത്തിൽ അനുഭവിച്ച കുറച്ച് കഷ്ടപ്പാട് ചിലർക്കുണ്ടായിരുന്നു. അതെല്ലാം മാറിക്കിട്ടുന്നു. ബുദ്ധിപൂർവമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നു. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു ശക്തി ലഭിക്കുന്നു. ഒരു പക്വത വരുന്നു ഒരു കാലമാണിത്. വിദ്യാഭ്യാസം തുടർന്നു പോകുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെയും കാണുന്നില്ല. ചിലർക്ക് മികച്ച വിദ്യാഭ്യാസം നേടാനുള്ള യോഗമുണ്ട്. വിദ്യാഭ്യാസം അനുസരിച്ച് മികച്ച തൊഴിൽ സമ്പാദിക്കാനും ഇവർക്ക് ഭാഗ്യമുണ്ട്. ധനം സമ്പാദിക്കാൻ അതുപോലെ തന്നെ സാധിക്കുന്നു. മികച്ച സമ്പാദ്യ പക്ഷികൾ നിക്ഷേപിക്കാൻ സാധിക്കുന്നു. എന്നാൽ ചില ഉത്രട്ടാതി നക്ഷത്രക്കാർ ഗവേഷണ രംഗത്തേക്ക് തിരിയുന്നതിനും അതുമൂലം സംഭാവനകൾ രാജ്യത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്നു. ചിലർക്ക് ത്വക്ക് രോഗങ്ങളും കണ്ടത്തിന് ചില രോഗങ്ങളും വരുന്നതിന് സാധ്യതയുണ്ട്. ഇഷ്ടപ്പെട്ട ജോലിയെ കണ്ടെത്തി വിവാഹം കഴിക്കുന്നതിനും സന്താനഭാഗ്യം ഉണ്ടാകുന്നതിനും ഈ സമയം യോഗമുണ്ട്. അതുപോലെ ഇഷ്ടവാഹനവും വീടൊക്കെ സമ്പാദിക്കുന്നതിനും യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് രംഗത്തായിരുന്നാലും ഇവര്, ഇനി ഗവേഷണ രംഗത്തായിരുന്നാലും തൊഴിൽ രംഗത്തായിരുന്നാലും സംരംഭകനായിട്ടുള്ള രംഗത്തായിരുന്നാലും ഉയർന്ന രീതിയിലുള്ള ഉത്സാഹപരമായിട്ടുള്ള ഒരു പ്രവർത്തനം ഇവർ കാഴ്ചവെക്കാനും അതുവഴി വളരെ അധികം ഗുണങ്ങൾ ലഭിക്കുന്നു. 32 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും പിന്നീട് അതെല്ലാം മാറിക്കിട്ടും. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളാണ് ഉണ്ടാകുന്നത്, ലൈസൻസ് സംബന്ധിച്ചോ ഒക്കെ ഉള്ളതായിരിക്കും, അത് മാറിക്കിട്ടുന്നു. ഈ സമയം അസൂയാലുക്കളെയും ശത്രുക്കളെയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചില അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരുന്ന ഒരു സമയമാണ്. ഈ കാലത്തിന്റെ ദോഷങ്ങളാണ് എന്നാണ് കാണിക്കുന്നത്. ചിലർക്ക് മികച്ച തൊഴിൽ ലഭിക്കുന്നു. അതുവഴി ധാരാളം സമ്പാദിക്കാൻ സാധിക്കുന്നു. ചിലർക്ക് വിദേശത്തേക്ക് പോയി തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നു. വിവാഹം കഴിക്കാനും സന്താന ഭാഗ്യത്തിന് ഈ സമയം യോഗം കാണുന്നുണ്ട്. കേസുകളിൽ കോടതിയിൽ ഉണ്ടെങ്കിൽ, നിലവിൽ കേസുണ്ടെങ്കിൽ അതെല്ലാം ജയിക്കാൻ സാധിക്കുന്നു. ചിലർക്ക് ഭൂമി ലഭിക്കുന്നു. വാഹനം വാങ്ങുന്നതിനും ഇവിടെ യോഗം കാണുന്നുണ്ട്. മേലധികാരികളിൽ നിന്നുള്ള ശല്യം ചെറിയ രീതിയിൽ നിങ്ങൾക്കുണ്ടാകാം. വിദ്യാഗുണം ഏറെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസത്തിന്റെ ഇതനുസരിച്ച് നിങ്ങൾക്ക് ജീവിതത്തിലെ പുരോഗതി ഉണ്ടാകുന്നു. ജോലിയിൽ ഈ സമയം ആരുമായിട്ടും വഴക്കിനും തർക്കത്തിനും ഒന്നും പോകാതിരിക്കുന്നത് വളരെ നല്ലതാണ്. 39 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അന്യ സംസ്ഥാനങ്ങളിലോ അന്യ ദേശത്തേക്കോ പോയി തൊഴിൽ ചെയ്യുന്നതിന് ഒരു യോഗമുണ്ട്. തൊഴിലിൽ വളരെ പുരോഗതി ലഭിക്കുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ പ്രൊമോഷനൊക്കെ കിട്ടിയിട്ട് അന്യ സ്റ്റേറ്റിലേക്ക് പോകുന്നതായിരിക്കാം.
ധാരാളം സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളും നേടിയെടുക്കേണ്ട ഒരു സമയമാണ്. വീടും വാഹനവും വാങ്ങാൻ സാധിക്കുന്നു. ദേശത്തിന്റെയോ സംഘടനയുടെയോ അമരത്ത് വരുന്നതിനും ഇവർക്ക് ഭാഗ്യമുണ്ട്. ഇവിടെയും വിവാഹത്തിന് ഒരു യോഗം ഈ സമയം കൂടി കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും പല ആനുകൂല്യങ്ങളും നേട്ടങ്ങളും ലഭ്യമാകുന്നു. പല വിധത്തിലും ബഹുമതികൾ ലഭിക്കുന്നതിന് ഒരു യോഗമുണ്ട്. പിന്നെ കണ്ണിനും ഉദരത്തിനൊക്കെ ചില രോഗങ്ങൾ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. അതൊക്കെ ചെറിയ രീതിയിലാണ്, ചികിത്സ ചെയ്താൽ മതിയാകും. അതുപോലെ സ്വർണത്തിൽ നിക്ഷേപം നടത്തുന്നതിന് ചിലർക്ക് ഒരു യോഗം കാണുന്നുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാനോ അല്ലെങ്കിൽ വിഷജന്തുക്കളുടെ ഉപദ്രവം ഉണ്ടാകാനോ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. മുതിർന്ന ബന്ധുവിന്റെ ഒരു വിയോഗം ഈ സമയം കാണുന്നുണ്ട്. വ്യാപാരം നടത്തുന്നവർക്ക് ഈ കാലം വളരെ യോജിച്ചതാണ്. ചില അസുഖങ്ങൾ പതുക്കെ തലപൊക്കി തുടങ്ങുന്നതിനൊരു സാധ്യതയുണ്ട്. ചിലർക്ക് ഈ സമയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വന്നേക്കാം. വളരെ ചുരുക്കം ചില ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് മാത്രമാണ് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വരുന്നത്. ശ്രദ്ധിച്ചാൽ അതെല്ലാം പിന്നീട് മാറിക്കിട്ടും. 59 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ ചില രോഗങ്ങൾ ഉണ്ടാകാം. അധികാരികളോട് അവർ ചെയ്ത അനീതി ചൂണ്ടിക്കാട്ടി അവർ നിങ്ങളോട് കോപിഷ്ഠനാകാൻ ഒരു സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളുമായും വിരോധം വരുന്നതിന് സാധ്യതയുണ്ട്. കഴിയുന്നതും വിരോധവും ദേഷ്യവും വരാതെ സൂക്ഷിക്കുക. കേസുകളിൽ പരാജയം വരുന്നതിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല കേസ് കൈകാര്യം ചെയ്ത് പഴക്കമുള്ള വക്കീലിനെ ഏൽപ്പിക്കുക. മാത്രമല്ല, ഈ കാലം കേസുകൾ തുടങ്ങാൻ ഒരിക്കലും അനുകൂല സമയമല്ല. നിക്ഷേപങ്ങളിൽ നിന്നും ധാരാളം സമൃദ്ധി ലഭിക്കുന്ന ഒരു സമയമാണ്. ശരീരത്തിന് ചെറിയ രീതിയിൽ ഒരു ബലക്കുറവ് വരാം, വിറയൽ പോലെ വരാൻ ഒരു സാധ്യതയുണ്ട്. ആയതിനാൽ ഈ സമയം സാഹസികപരമായ ഒരു കാര്യത്തിനും ഉതിരരുത്. ചെലവുകൾ നിയന്ത്രിക്കുക. പാഴ്ചെലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ വയറു സംബന്ധിച്ച് അൾസർ പോലുള്ള ചില രോഗങ്ങൾ വരാം. ജ്വരം പോലുള്ള പനികൾ വരുന്നതിനും കണ്ണിന് ചിലപ്പോൾ വളരെ അപൂർവം ചിലർക്ക് കണ്ണിനൊരു സർജറി വേണ്ടി വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ഉന്നത സ്ഥാനമാനങ്ങൾ നിർബന്ധപൂർവം നിങ്ങൾക്ക് കിട്ടിയ വലിയ പദവി നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരാം. നിർബന്ധപൂർവം വേറെ ആരുടെയെങ്കിലും ഒരു സമ്മർദ്ദം മൂലമായിരിക്കും അത്. 65 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ചിലർക്ക് വിശ്രമ ജീവിതം നയിക്കേണ്ടതിന് പകരം പുതിയ ഒരു കർമ്മ മേഖല തിരഞ്ഞെടുക്കുന്നു. അതിൽ അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നു. വളരെ പരിചയസമ്പത്തും അനുഭവജ്ഞാനവും ഉണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ കർമ്മ മേഖല വിജയിക്കുന്നതാണ്. അല്ലെങ്കിൽ പരാജയമാകാനും സാധ്യത കാണുന്നുണ്ട്. പുതിയ വാഹനവും വീടും വാങ്ങുന്നതിനും ഇവിടെയും യോഗം കാണുന്നുണ്ട്. അതുപോലെ കാർഷിക വിളകൾ, തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ല ലാഭം ലഭിക്കുന്നതിനുള്ള ഒരു സമയമാണ്. ചില പരാതികൾ ചില ഉത്രട്ടാതി നക്ഷത്രത്തെക്കുറിച്ച് ഉണ്ടാകാമെങ്കിലും അതൊന്നും കാര്യമായിട്ട് വരുന്നില്ല. വസ്തുവകകൾ നിങ്ങൾക്ക് വാങ്ങാനും ഒരു യോഗമുണ്ട്. ഈ പുതിയ ജീവിതം വളരെ സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു. വളർത്തു മൃഗങ്ങളും മറ്റ് ഉള്ളത് കൊണ്ട് മനസ്സിനെ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നു. പൊതുവെ ഒരു തൃപ്തികരമായ ജീവിതം നിങ്ങൾക്ക് കിട്ടുന്നു. അത് ഭാഗ്യമാണ്. കുടുംബാംഗങ്ങളുടെ താല്പര്യം കണക്കിലെടുത്ത് നിങ്ങൾക്ക് സുഖമായി താമസിക്കാനും സാധിക്കുന്നു. 75 വയസ്സിന് മുകളിലോട്ടുള്ള ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. അവർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ അവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽപരമായി ചെയ്ത കാര്യങ്ങളെല്ലാം വിജയിച്ചു എന്ന് മനസമാധാനവും ഇവർക്ക് ലഭിക്കുന്നു. ചിലർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. മുറിവ്, ചതവ്, ഒടിവ് മൂലമോ അല്ലെങ്കിൽ വയറ് സംബന്ധിച്ച ഒരു സർജറിയാണ് ഇവിടെ കാണുന്നത്. അത് ഏതെങ്കിലും കേസോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹാരമാകുന്നു. ചിലർക്ക് ഈ സമയം അന്യദേശത്തേക്ക് പോയി വസിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. പല സന്തോഷങ്ങളും കുടുംബത്തിൽ നടക്കാം. സർക്കാരിൽ നിന്ന് ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കേസുകൾ, തർക്കങ്ങൾ എന്നിവ നിലവിലുണ്ടെങ്കിൽ അതെല്ലാം വിജയിക്കുന്നതിനും സാധ്യതയുണ്ട്. വാഹനത്തിന് ചില അപകടങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ചിലർക്ക് ഈ സമയം വളരെ നല്ലൊരു കാര്യമാണുള്ളത്. നല്ലൊരു മനസമാധാനം കിട്ടുന്ന ഒരു സമയമാണ്. അടുത്ത് രേവതി നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 12 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. ചെറിയ അസുഖങ്ങൾ വരാം എന്നുള്ളത് ഒഴിച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല. കഫത്തിന്റെ ഉപദ്രവം പോലുള്ള അസുഖങ്ങൾ വരാം. ഇവർക്ക് സഹായിച്ചു കൊണ്ടിരുന്ന ഒരു ബന്ധുവിന്റെ വിയോഗം ഈ സമയം കാണുന്നുണ്ട്. ഒരു മുതിർന്ന ബന്ധുവിന്റെ വിയോഗമാണ്. അഗ്നിയിൽ നിന്നും ഈ കുട്ടിയെ കുറച്ച് സമയം വരെ ഒരു 4 വയസ്സ് വരെ അകറ്റി നിർത്തുന്നത് നല്ലതായിരിക്കും. കാരണം വിദ്യാഭ്യാസത്തിന് തടസ്സം വരുന്നില്ല. കുടുംബത്തിൽ അവർക്ക് സ്കൂളിൽ നല്ല ചേർന്ന് പഠിക്കാൻ സാധിക്കുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. കുടുംബത്തിൽ ചില ഐശ്വര്യങ്ങൾ വരുവാൻ സാധ്യത കാണുന്നുണ്ട്. ക്രമേണ വീട്ടിലെ ധനം ഉണ്ടായി വരുന്നു. കുടുംബത്തിൽ ഒരു വാഹനം ലഭിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. എങ്കിൽ തന്നെയും മോഷ്ടാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ചില സമയം മോഷണം നടത്തുവാനൊരു സാധ്യതയുണ്ട്. 12 വയസ്സ് മുതൽ
19 വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ഈ സമയം ചതി വഞ്ചന എന്നിവ മൂലം ചില കഷ്ടപ്പാടുകൾ ഏൽക്കേണ്ട ഒരു സാധ്യത ഈ കുട്ടിക്കും കുടുംബത്തിലും കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാം. അതിനാൽ മേലധികാരികൾക്ക് കോപം വരുന്ന രീതിയിലുള്ള പ്രവൃത്തിയൊന്നും നിങ്ങൾ ചെയ്യരുത്. ഈ സമയം കേസിന് വഴക്കിനൊന്നും പോകുന്നത് അത്ര ഒരു നല്ല സമയമല്ല. വിജയിക്കാൻ സാധ്യത കുറവാണ്. ശത്രുശല്യം ഉണ്ടാകാം. എന്നാലും വിദ്യാഭ്യാസത്തിന് തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ സമയം അന്യ വീട്ടിലേക്ക് അല്ലെങ്കിൽ അന്യദേശത്തേക്ക് നിങ്ങൾ താമസം മാറി പോകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അന്യദേശവാസമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ കൊണ്ട് നിങ്ങൾക്ക് ധാരാളം ധനം സമ്പാദിക്കാനായിട്ടുള്ള യോഗമുണ്ട്. ധനം വരുന്നത് സമ്പാദിക്കാൻ ശ്രമിക്കുക. ഇഷ്ടമുള്ള വിഷയം പഠിക്കാൻ സാധിക്കുന്നു. സർക്കാരിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഉണ്ടാകാം. മേലുദ്യോഗസ്ഥന്മാർക്ക് ആവശ്യമുള്ള ബഹുമാനം ഈ സമയം കൊടുക്കാനായിട്ട് നിങ്ങൾ ശീലിക്കുക. ധനലാഭം വരുമെങ്കിലും ചിലവ് കൂടുതൽ ആയിരുന്നതിനാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 19 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ചില അംഗീകാരങ്ങൾ ഈ കുട്ടികൾക്ക് കിട്ടേണ്ട ഒരു സാധ്യതയുണ്ട്. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നു. എന്തായാലും നല്ല തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഒരു യോഗമുണ്ട്. വ്യാപാരം ചെയ്യുന്നവർക്കും വളരെ നല്ലതാണ്. പുതിയ വാഹനം, വീട് വാങ്ങാൻ യോഗമുണ്ട്. തൊഴിലിൽ വളരെ ഉന്നതിയിൽ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും യോഗം കാണുന്നു. ചിലർ മികച്ച തൊഴിലിന് വേണ്ടി വിദേശത്തേക്ക് പോയി തൊഴിൽ നേടുന്നു. അതിന് വിജയിക്കാനും സാധിക്കുന്നു. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഐശ്വര്യ സമൃദ്ധി ഉണ്ടാക്കുന്നു. ശത്രുക്കളുടെ ശല്യം ഇവിടെ കുറച്ചേ ഉണ്ടാകുന്നുള്ളൂ. മുതിർന്ന ബന്ധുക്കളുടെ ഒരു വിയോഗം കാണുന്നുണ്ട്. ചില സമയം ചില തടസ്സങ്ങൾ ഉണ്ടാകാം. അസൂയാലുക്കളും ശത്രുക്കളും അധികം ശല്യം ചെയ്യാതെ ചെറിയ രീതിയിലേക്ക് ശല്യം ചെയ്യാൻ ശ്രമിക്കാം. അതൊന്നും വലിയ പ്രശ്നമായിട്ട് വരുന്നില്ല. 39 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ഈ കാലം അത്ര ഒരു സുഖമുള്ള കാലമെന്ന് പറയാൻ പറ്റില്ല. ചിലർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അധികാര സ്ഥാപനങ്ങളിൽ നിന്നും ചില നോട്ടീസുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാം. അതുപോലെ ചിലർക്ക് ശാരീരികമായും മാനസികമായും ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. ഡിപ്രഷൻ പോലുള്ള വരാൻ സാധ്യതയുണ്ട്. ദമ്പതിമാർ തമ്മിൽ പിരിയാനുള്ള ഒരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ജോലി സംബന്ധമായിട്ട് 1-2 വർഷം അകന്നിരിക്കേണ്ട ഒരു സാധ്യതയും കാണുന്നുണ്ട്. കഴിയുന്നതും വഴക്കുകൾ കുറയ്ക്കുക. കേസുകൾക്ക് വിജയ സാധ്യത ഈ സമയം കുറവാണ്. കൃഷിക്കാർക്ക് ഇത് അനുയോജ്യമുള്ള ഒരു സമയമല്ല. വീട് നിർമ്മിക്കുവാനും വാഹനം വാങ്ങുന്നതിനും യോഗമുണ്ട്. അലർജി, നീരിളക്കം, ചുമ, വായുകോപം, ജ്വരം പോലുള്ള പനികൾ വരാൻ ഈ സമയം സാധ്യത കാണുന്നുണ്ട്. ചിലർ വനമേഖലയിൽ ചില ഗവേഷണങ്ങളുമായി പോയി ദീർഘകാലം താമസിക്കേണ്ട ഒരു യോഗവും കാണുന്നുണ്ട്. ചിലർക്ക് ദമ്പതിമാർ തമ്മിൽ ഉള്ള പ്രശ്നം പരിഹരിച്ചു പോകാനും സാധിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനചലനം വരാൻ, അതായത് സ്ഥലം മാറ്റമോ അല്ലെങ്കിൽ അവർക്ക് ശിക്ഷാ നടപടി വരാൻ സാധ്യതയുള്ളവരാൻ വളരെ സൂക്ഷിക്കുക. 45 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ഒരുവിധം നല്ലൊരു കാലമെന്ന് പറയാം. ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ മാറിക്കിട്ടുന്നു. കാരണം കഴിഞ്ഞ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ദുരിതങ്ങൾ ഉണ്ടായിരുന്നു. എന്തു തന്നെ ആയാലും തൊഴിലിൽ വളരെ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുന്നു. ചിലർക്ക് വീണ്ടും ഒരു വിവാഹം കഴിക്കുന്നുള്ള ഒരു യോഗം ഈ സമയം കാണുന്നുണ്ട്. ചിലർക്കാണ് പ്രതാപം, ഐശ്വര്യം, പദവി, ആഡംബര ജീവിതം എല്ലാം അവർക്ക് ലഭിക്കുന്നതിനൊരു ഭാഗ്യമുണ്ട്. വാഹനവും വീടുണ്ടാകുന്നു. കുടുംബസ്വത്ത് ഭാഗം വെച്ച് അതിലൊരു വിഹിതം ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. മോഷ്ടാക്കളുടെ ശല്യം ഉണ്ടാകുന്ന, അതുകൊണ്ട് ശ്രദ്ധിക്കുക. വ്യാപാരത്തിൽ നിന്നും കൃഷിയിൽ നിന്നും വളരെ ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ചില അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു. വീടും ജോലി സ്ഥലവും എല്ലാം, അല്ലെങ്കിൽ വ്യാപാരമാണെങ്കിൽ അതും എല്ലാം ഒത്തുചേർന്ന് പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. ചില രോഗങ്ങൾ വന്നുവിടാൻ സാധ്യതയുണ്ട്. ജ്വരം മുതലായവ വരാം, അല്ലെങ്കിൽ വാദം പോലുള്ള അസുഖങ്ങൾ വരുന്നതിന് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിച്ചാൽ മതി. 55 വയസ്സ് മുതൽ 62 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ഈ സമയം സർക്കാരിൽ നിന്നും ചില മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു സാധ്യതയുണ്ട്. നേട്ടങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികം ഉണ്ടാകുന്നു. ഒരു അവയവത്തിന് ഒരു സർജറി വരുന്നതിനൊരു സാധ്യതയുണ്ട്. കേസുകൾ ഉണ്ടെങ്കിൽ അത് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ടൈഫോയിഡ് പോലുള്ള പനികൾ ഉണ്ടാകാം. ബന്ധുക്കളുടെ സഹായം ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാകും. സഹകരണങ്ങൾ ലഭ്യമാകും. ശരീരത്തിൽ ചില മുറിവുകൾ വരാൻ സാധ്യതയുണ്ട്. ധനനാശം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഉത്തമ നിക്ഷേപ പദ്ധതികളിൽ മാത്രമേ നിങ്ങൾ നിക്ഷേപിക്കാവൂ. വാഹനം ഉണ്ടാകാൻ ഒരു യോഗം ഇവിടെയും കാണുന്നുണ്ട്. ദമ്പതിമാർ തമ്മിൽ കുറച്ചു കാലം അകന്നു താമസിക്കാൻ ചിലർക്ക് യോഗമുണ്ട്. ശത്രുക്കൾ ഇവിടെ ചില ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. ചെറിയ അസുഖം ഉണ്ടായാലും അത് വൈദ്യസഹായം ഉടൻ തേടുന്നത് നല്ലതായിരിക്കും. കാരണം ഈ സമയം ചെറിയ അസുഖമാണെങ്കിലും പെട്ടെന്ന്
വിചാരിച്ചിരിക്കാത്ത സമയത്ത് അത് ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. ചിലർ വിദേശത്ത് പോയി താമസമാകാം, അവിടെ വ്യാപാരം ചെയ്യുന്നതിനും സാധ്യതയുണ്ട്. 62 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ചിലർക്ക് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. മോശമായ സാമ്പത്തിക നിക്ഷേപ പദ്ധതികളിൽ ചേർന്നതുകൊണ്ട് നഷ്ടം വരാനൊരു സാധ്യതയുണ്ട്. ബുദ്ധി ശൂന്യതയായി എന്ന് തോന്നുന്ന ഒരു സാഹചര്യമാണ് മോശപ്പെട്ട സമ്പാദ്യ പദ്ധതികൾ നിക്ഷേപിക്കുന്നത്. പലതിനോടും ഒരു വെറുപ്പ് തോന്നാം, അന്യദേശവാസം ഉണ്ടാകാം, ശരീരത്തിന് ഒരു വിറയൽ, അതായത് ബലക്ഷയം വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഉത്തമ വാഹനം ഇവിടെയും ലഭിക്കുന്നതിന് ഭാഗ്യമുണ്ട്. ചില ചില്ലറ രോഗങ്ങൾ വരാം. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭ്യമാകാം. കൃഷിഭൂമി ലഭിക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. സ്വന്തം വ്യാപാര മേഖലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. അതെല്ലാം സ്വയം നിങ്ങൾ ബുദ്ധിപൂർവ്വം പരിഹരിച്ചാൽ അത് എല്ലാം നേടിയെടുക്കാൻ സാധിക്കും. വിഷവസ്തുക്കളിൽ നിന്നും വിഷജന്തുക്കളിൽ നിന്നും ഇവിടെ ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിച്ചാൽ മതി. 80 വയസ്സിന് മുകളിലോട്ടുള്ള രേവതി നക്ഷത്രക്കാർക്ക് ശരിയായ നിക്ഷേപ പദ്ധതികളിൽ നിന്നും ധാരാളം ആദായം ലഭിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായി വളരെ ഉയർച്ച ഉണ്ടാകും. ആരോഗ്യവും ഒരു വിധം തൃപ്തികരമായിരിക്കും. ഇവിടെ ഞാൻ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.